വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണം അടുത്ത മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കുമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. ദേശീയപാതയിലെ നിർമ്മാണ പ്രവൃത്തികൾ നേരിൽ കണ്ട് വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു കളക്ടർ. നന്ദി ജംഗ്ഷൻ, തിക്കോടി അയ്യപ്പൻ ടെമ്പിൾ അപ്രോച്ച് റോഡ്, പയ്യോളി, വടകര ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ സർവീസ് റോഡുകൾ പൂർണ്ണമായും ഗതാഗതയോഗ്യമാക്കും. കൊയിലാണ്ടി ബൈപ്പാസ് നവംബറോടെ പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നു നൽകും. ചെങ്കോട്ടുകാവ് പോയിൽക്കാവ് സർവീസ് റോഡ് ഉടൻ ഗതാഗതയോഗ്യമാക്കും. ഇതുവഴിയുള്ള പ്രധാന പാത 2 മാസത്തിനകം പൂർത്തിയാക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പ്രധാന പാത 1 മാസത്തിനകം തുറന്നു നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നന്ദി ജംഗ്ഷനിലെ അപ്രോച്ച് റോഡ് ടാറിംഗ് ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കും. നിലവിൽ വെങ്ങളം അഴിയൂർ റീച്ചിലെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ മുന്നോട്ടു പോകുന്നുണ്ടെന്നും തൊഴിലാളികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു. ചില ലൊക്കേഷൻസിലെ സർവീസ് റോഡിന്റെ വീതി കുറവാണ്, ചില സ്റ്റേറ്റസിലെ സർവീസ് റോഡിന്റെ DB ലെയർ അല്ല. ഒരുപാട് സ്ഥലത്തിൽ നമുക്ക് ഇപ്പോൾ ചോക്ക് പോയിന്റ്സ് നമുക്ക് കാണുന്നുണ്ട്. ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ വളരെ മോശമായിട്ട് കാണുന്നുണ്ട്. ജനറലി നമുക്ക് നോക്കുമ്പോൾ ഈ തിക്കോടി, പെരുമാൾപുരം, പയ്യോളി ജംഗ്ഷൻ, വടകര ജംഗ്ഷനിൽ വർക്കിന്റെ പണി വളരെ സ്ലോ ആയിരുന്നു. മാസം നമുക്ക് NHAIയും ബഗാഡ്, അഡാനി എല്ലാം കോൺട്രാക്ടറായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. NHAIയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു പ്ലാൻ ഉണ്ട് എങ്ങനെ നമുക്ക് വർക്ക് ഉണ്ടാക്കാം. നിലവിൽ ദേശീയപാത നിർമ്മാണത്തിന് മണ്ണിന്റെ ലഭ്യത കുറവോ മറ്റു പ്രശ്നങ്ങളോ ഇല്ല. മഴക്കാലം കഴിയുന്നതോടെ പ്രവൃത്തിയിൽ നല്ല പുരോഗതിയുണ്ടാകും. സർവീസ് റോഡിലെ ഡ്രെയിനേജ് സ്ലാബുകളുടെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ നടപടികൾ കൈക്കൊള്ളുമെന്നും കളക്ടർ പറഞ്ഞു. കൊയിലാണ്ടി ബൈപ്പാസിന്റെയും കുഞ്ഞോറമല, പുത്തലത്തുകുന്ന് എന്നിവിടങ്ങളിലെയും ബൈപ്പാസ് ആരംഭിക്കുന്ന നന്ദി ഭാഗത്തെയും നിർമ്മാണ പുരോഗതി വിലയിരുത്തി. സർവീസ് റോഡുകൾ സാധ്യമാകുന്ന സ്ഥലങ്ങളിൽ പരമാവധി വീതി കൂട്ടാനും നിരപ്പില്ലാത്ത ഭാഗങ്ങൾ നിരപ്പാക്കാനും അനാവശ്യമായ റോഡുകളിൽ കൂട്ടിയിട്ട നിർമ്മാണ സാമഗ്രികൾ നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.